പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച അപമാനിച്ച ജാൻമണിക്കെതിരെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പരാതി നൽകി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെയാണ് പരാതി നൽകിയത്. അനഘ ഹർഷനുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനഘ, രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് അങ്ങേയറ്റം അപമാനിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ മാതാവിനെയും. ഇപ്പോൾ ജാൻമണിക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ നവ്യ ഹരിദാസ് പോലീസിൽ നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ജാൻമണിക്കെതിരെ പറയുന്നത്? അനഘ. രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയുമാണ് ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡറായ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. ജാൻമണി ഇതിനു മുൻപും പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും പല സിനിമാ താരങ്ങൾക്കെതിരെയും ഒക്കെ പരസ്യമായ ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയിരുന്നു. അപ്പോഴൊന്നും ജാൻമണിയുടെ നാവിന് പൂട്ടിടാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ പ്രധാനമന്ത്രിയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത്. നോക്കിയിരിക്കില്ല. ഒരുപാട് പരാതികൾ ജാൻമണിക്കെതിരെ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അനഘ ഹർഷനുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനഘ, ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമായ അധിക്ഷേപങ്ങളൊക്കെയാണ് ജാൻമണിയുടെ നാവിൽ നിന്നും വീണത്. ഇനി അതിന് മാപ്പില്ല. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പോലീസിൽ നൽകിയ പരാതിയിൽ ജാൻമണിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായി പരാതിയാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഷൗക്കത്ത് അലിക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്നത്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഈ ജാൻമണി വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മാതാവിനെതിരെയും നടത്തിയിരിക്കുന്നത്. ഇതിലാണ് മഹിളാ മോർച്ച ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് കൃത്യമായി നടപടി എടുക്കണമെന്ന് മാത്രമാണ്. അതിൽ മറ്റൊരു കാര്യം, നാളെ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും മഹിളാ മോർച്ചയുടെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. ജാൻമണിക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ തീരില്ല. സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നിരന്തരം ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ഈ ജാൻമണി അധിക്ഷേപം നടത്താറുണ്ട്. ഈ മലയാളിയല്ല, അല്ലെങ്കിൽ ഭാഷ കുറിച്ച് അറിയില്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ആ ന്യായീകരണങ്ങൾക്കൊന്നും അടിസ്ഥാനമല്ല. കൃത്യമായി മലയാളം അറിയുന്ന ആളാണ്. എന്താണോ തനിക്ക് പറയാനുള്ളത് അത് അതേ രീതിയിൽ തന്നെ ജാൻമണി ആ വീഡിയോയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ വലിയ രീതിയിൽ വിമർശനമുയർന്നതോടെ ജാൻമണി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ജാൻമണിയെ അറസ്റ്റ് ചെയ്യണം, കൃത്യമായ നിയമ നടപടികൾ കടക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. നാളെ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ നേരിട്ടെത്തി ഇത്തരത്തിലൊരു പരാതി നൽകും എന്നുള്ളതാണ്. തീർച്ചയായും അനഘ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും നാവിന് ലൈസൻസ് ഇല്ലാതെ ഇതുപോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ജാൻമണിമാർക്കൊക്കെ ഇതൊരു കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം ഈ ജാൻമണിമാരെ ഇതുപോലെ പരിപോഷിപ്പിക്കുന്നതിൽ, വളമിട്ട് പരിപോഷിക്കുന്നതിൽ ഇവിടുത്തെ നീലക്കുയിലിനും പച്ചക്കുയിലിനും അതുപോലുള്ള നവമാധ്യമങ്ങൾക്കൊക്കെ വലിയ പങ്കുമുണ്ട്. എന്നാലും വലിയ രീതിയിൽ ഈ വലിയ ഫെയിം സ്റ്റണ്ട് നടക്കുന്നതിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ജാൻമണിമാർ നാവിന് ലൈസൻസ് ഇല്ലാതെ പലതും വിളിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ തൊട്ടത് തീക്കളിയായിപ്പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അധിക്ഷേപിച്ചത്. അപ്പോൾ അഴി എണ്ണാൻ തയ്യാറായിക്കോളൂ എന്നുള്ള വിവരമാണ് ഇപ്പോൾ അനഘ ഹർഷൻ കോഴിക്കോട് നിന്നും പങ്കുവച്ചത്.